ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സിമുലേറ്റർ ഇന്ത്യയുടെ വേറൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടോ. ഗെയിം പ്ലേ അല്ല, ഇന്നൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയാട്ടോ വഴിയേ. നമ്മൾ കഴിഞ്ഞ ദിവസം ജയഗുരുവായിട്ട് ഒരു ട്രിപ്പ് പോയിട്ടോ. അപ്പോൾ പോയി വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ മഴയൊക്കെ കാരണം കാലാവസ്ഥ മോശമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് താമസിച്ച് ഈ ഒരു ദിവസത്തിന്. പിന്നെ രാത്രി നമ്മളിങ്ങോട്ട് തിരിച്ചെത്തിയപ്പോൾ ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടിയിൽ എണ്ണയും കുറവായിരുന്നു കേട്ടോ. പിന്നെ എണ്ണ അടിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്നതാണ്. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടപ്പോൾ നമ്മൾ അവിടെ തന്നെ റൂം എടുത്തു കേട്ടോ. ഗൈസ്, മഴയുടെ കാര്യം പറഞ്ഞല്ലോ കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതുള്ളൂ. അപ്പത്തിന് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. നമുക്ക് മെല്ലെ റോഡിലേക്ക് ഇറങ്ങി പോയി നോക്കാം എന്താ കാലാവസ്ഥ എന്നൊക്കെ നോക്കട്ടോ. ഗൈസ്, സ്കൂൾ കുട്ടിയൊക്കെ പോകുന്നുണ്ട്. അവർ ചേച്ചി നടന്നു തന്നെ മഴയത്ത് കേട്ടോ. റോഡൊക്കെ ആകെ വെള്ളം കയറി തുടങ്ങി. ഗൈസ്, അപ്പുറത്ത് ഒരു ബൈക്കുകാരൻ നിർത്തിയിട്ടുണ്ട്. എന്താ സംഭവം നോക്കി നോക്കാം. ഗൈസ്, അതെന്താ ഫുട്പാത്തിൽ എന്താ അവിടെ പോയിട്ട് എന്താ ഇടിച്ചു തോന്നുന്നു കേട്ടോ ബൈക്ക്. ഞാൻ ഇൻഡിക്കേറ്റർ കത്തണണ്ടപ്പോൾ വന്ന് നോക്കിയതാണ്. വലിയ സീനൊന്നും ഇല്ല തോന്നണോ. ജസ്റ്റ് ഒന്ന് ഇടിച്ചു തോന്നണോ അവിടുത്തെ സ്ലാബിൽ, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും തിരിച്ചങ്ങ് ചേച്ചിന് ഇടിച്ചോ, സോറി ചേച്ചി കണ്ടില്ല കേട്ടോ, അത് കാരണമാണ്. നമുക്ക് എന്തായാലും തിരിച്ച് നേരെ അങ്ങോട്ട് തന്നെ പോകട്ടോ. അപ്പോൾ നേരെ ഒരു ഗാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കാറും ബൈക്കൊക്കെ ഇടാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ. നമ്മുടെ ജയഗുരു ഇടാനുള്ള സ്ഥലമൊന്നും ഇല്ല. അത് കാരണം നമ്മുടെ ജയഗുരൊക്കെ പുറത്തായിട്ട് നമ്മൾ നിർത്തിയേക്കണേ. അപ്പോൾ അധികം വലിച്ചു നീട്ടണില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഗാരേജിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഗാരേജിലാകെ 2 വണ്ടിയുള്ളൂ. ഒരു ജയഗുരു ഉണ്ട്, പിന്നെ ഒരു സാധാരണ ഒരു ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് നല്ലൊരു ബസ് നോക്കിയിട്ട് ഒരെണ്ണം മേടിക്കണം. പൈസ ഒക്കെ ഒന്ന് ആയി വരുന്നുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ചെറിയൊരു ലേഹം കാര്യങ്ങളൊക്കെ അടിച്ച്. അപ്പോൾ നമ്മളിന്ന് പോയിട്ട് പുതിയൊരു ബസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാരേജിലേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ നമ്മളിതാ ബസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാ കേട്ടോ ബസ്. ഈ പീക്കാച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ മൊത്തത്തിലൊരു വ്യൂ ആണ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അടിയിൽ നമ്മൾ ബമ്പറും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നല്ലൊരു വണ്ടി നോക്കി തന്നെ കേട്ടോ നമ്മൾ മേടിച്ചത്. വലിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, വെള്ളം തന്നെയാണ്. നമുക്ക് വഴിയ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മെല്ലെ അടിക്കാം കേട്ടോ. സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ആലോയൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിയുടെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ പീക്കേജിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ തന്നെയാണ് ബാക്കിലുള്ളൂ. പിന്നെ സൈഡും വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ ബസ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ്, ഈ ബസ് ഇനി മുതൽ നമ്മുടെ ട്രിപ്പ് ഓടാൻ വേണ്ടി ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഗൈസ്, ബസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. ഇനി മുതൽ ഈ ബസ്സിൻ്റെ വെച്ചിട്ടുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.